ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതകൾ വരുമ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ പട്ടാളം എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് LOCയിൽ വെടിവെക്കും. LOCയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെക്കും. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ജവാന്മാരെ നമുക്കറിയാമല്ലോ, സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. നമ്മൾ LOC എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നൂറുകണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ അതിർത്തിയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ ഇവർ വെടിവെക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടി കൊടുക്കും. അടുത്ത് പിന്നെ വെടിവെപ്പ് ഉണ്ടാവുന്നത് അവിടെ ആയിരിക്കത്തില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കും പിന്നെ അടുത്ത വെടിവെപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ LOCയിൽ വെടിവെപ്പ് ഉണ്ടാവുന്ന പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരേ സ്ഥലത്താണ് തുടർച്ചയായിട്ട് ഉണ്ടാവുന്നത് നമുക്ക് കരുതാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലായിരിക്കാം, പല പോസ്റ്റുകളിലാവാം. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാൻ പട്ടാളം LOCയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ചു. പിന്നെ ഈ ദീപാവലിക്ക് മാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു ഒച്ചയും ബഹളവുമായിരുന്നു കുറച്ച് നേരത്തേക്ക്. എന്ന് വെച്ചാൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളം പോസ്റ്റ് ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന പാക് പതാകയും എടുത്ത് ജീവനും കൊണ്ടോടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇത് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റിലല്ല, പല പോസ്റ്റുകളിലും ഇതാണ് സംഭവിച്ചത്. LOCയിൽ പലയിടങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇങ്ങോട്ട് വെടിവെച്ച പാകിസ്ഥാൻ പട്ടാളക്കാരൊന്നും തന്നെ ഇപ്പൊ ആ പോസ്റ്റുകളിലില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. പതാക പോലും വച്ചിട്ടില്ല. കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ കൈ കിട്ടിയ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പതാകയും എടുത്തുകൊണ്ട് പട്ടാളക്കാർ ജീവനും കൊണ്ടോടി. ഇതാണ് ഇപ്പോൾ നമ്മുടെ LOCയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു, ഇന്ത്യ അടിച്ച് ദീപാവലി ആഘോഷിക്കുന്നു. എത്ര പേര് ഇതിന്റെ ഇടയിൽ തീരുന്നൊന്നും നമുക്കറിയത്തില്ല. പാകിസ്ഥാൻ പട്ടാളം ഈ വാർത്ത പുറത്തു വിടുകയുമില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെ വളരെ കൃത്യമായ ജനാധിപത്യമുള്ള ഒരു രാജ്യമൊന്നും അല്ലല്ലോ പാകിസ്ഥാൻ. ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും പട്ടാളക്കാര് മരണപ്പെട്ടു എന്ന് തന്നെ കരുതുക, ഈ കാര്യങ്ങളൊന്നും അവർ പുറത്തു വിടില്ല. കാരണം മൊത്തത്തിൽ നാണക്കേടായി പോകും. ഇപ്പൊ നമ്മൾ ബാലാക്കോട്ട് സ്ട്രൈക്ക് കൊടുത്ത സമയത്ത് തന്നെ ഇവര് അവിടെ എത്രമാത്രം ഭീകരവാദികൾ മരണപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവര് സമ്മതിച്ചിട്ടില്ല. കാരണം സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെ ഭീകരവാദ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന ഇന്ത്യയുടെ വാദം സത്യമാവുകയല്ലേ. ഇന്ത്യൻ സൈന്യം അവിടെ കയറി ആക്രമണം നടത്തി കുറെ പേരെ വധിച്ചു എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചാൽ രണ്ട് കാര്യങ്ങൾ അതിന്റെ ഒപ്പത്തിൽ അവർ സമ്മതിക്കുകയാണ്. ഒന്ന്, പാകിസ്ഥാൻ മണ്ണിൽ ഭീകരവാദമുണ്ടെന്നും ആ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ടെന്നും പാകിസ്ഥാൻ സൈന്യവും ഗവൺമെന്റും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുമുള്ള ഇന്ത്യയുടെ വാദം തത്വത്തിൽ പാകിസ്ഥാൻ അംഗീകരിക്കുകയാണ്. രണ്ട്, പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം തകർത്ത് അവരുടെ രാജ്യത്ത് കയറി ഇന്ത്യ കുറെ ആളുകളെ വധിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യം ജനങ്ങളുടെ മുമ്പിൽ വട്ടപൂജ്യമായി മാറും. അപ്പൊ ഇതുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും മരിച്ചിട്ടില്ല, ഇന്ത്യ രാത്രിയിൽ വന്ന് കാട്ടിൽ കുറെ ബോംബിട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്ക് അറിയാം, ഇന്ത്യൻ സൈനികർക്ക് അറിയാം എത്ര പേരെ അവിടെ പോയി തീർത്തു എന്നത്. കാരണം കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടും പ്ലാനിങ്ങോടും കൂടിയാണ് ഇന്ത്യ ചെയ്തത്. നമ്മൾ POKയിൽ പോയിട്ടല്ല ചെയ്തത്, പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ കയറിയിട്ടാണ് ആ ഒരു മിഷൻ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെക്കുന്നു, ഇന്ത്യ തിരിച്ച് മാലപ്പടക്കവും അമിട്ടും എല്ലാം ചേർത്ത് ഒന്നിച്ചങ്ങ് കൊടുക്കുന്നു. അവിടെ എത്ര പേര് കാഷ്വാലിറ്റി വന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അവിടെ ആരും ഇല്ല. പിന്നെ ആ പോസ്റ്റിൽ നിന്ന് ജീവനും കൊണ്ട് പട്ടാളക്കാർ ഓടുകയാണ്, പാകിസ്ഥാൻ പട്ടാളക്കാർ. ഇത് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം ഒന്ന് പറന്നു. 1-2 വിമാനങ്ങളാണ്, കൃത്യമായിട്ട് എണ്ണമൊന്നും അറിയില്ല. റഫേൽ യുദ്ധവിമാനം ബോർഡറിൽ പറന്നു എന്നുള്ളത് നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ, ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ വരുന്ന കണ്ട് പല പോസ്റ്റുകളിലും ഉണ്ടായിരുന്ന പട്ടാളക്കാരും ജീവനും കൊണ്ടോടി. കാരണം ഇവർ വിചാരിച്ചത് റഫേൽ യുദ്ധവിമാനം വരുന്നത് ബോംബിടാനാണ്, അല്ലെങ്കിൽ മിസൈൽ ഇടാനാണ്, ആക്രമണം നടത്താനാണെന്നാണ് ഇവർ വിചാരിച്ചത്. കാരണം പാകിസ്ഥാൻ അറിഞ്ഞുകൂടാ ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അവർ ഓരോ നിമിഷവും ഇപ്പൊ വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ത്യ അടിക്കാൻ വരികയാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു വിമാനം കണ്ടാൽ ഇത് ആക്രമിക്കാൻ വരുന്നതാണെന്ന് അവർ വിചാരിക്കുകയാണ്. അവർ ഭയന്നു പോവുകയാണ്, അവർ ഓടുകയാണ്. മാത്രമല്ല, റഫേൽ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പാകിസ്ഥാൻ എയർബേസിൽ ഉണ്ടായിരുന്ന അവരുടെ വിമാനങ്ങൾ തടി തപ്പി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എടുത്തോണ്ട് പോയി. ആ വിമാനങ്ങൾ അവിടെ കിടന്നാൽ ഇന്ത്യ തകർക്കാനാണ് വരുന്നതെന്ന് അവർക്കൊരു സംശയം. റഫേൽ യുദ്ധവിമാനങ്ങൾ വന്ന് അവരുടെ എയർബേസിലുള്ള വിമാനങ്ങളെല്ലാം തകർത്ത് കളയുമോ എന്ന ഭയം കാരണം ഇവർ അവരുടെ വിമാനത്തെയും കൊണ്ടുപോയി അവിടെ നിന്ന്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന നേരത്തെ കുറെ വിമാനങ്ങളൊക്കെ വിന്യസിച്ചിരുന്നു അവിടെ. പക്ഷേ റഫേൽ വിമാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് പേടിയാവാണ്. കാരണം ചൈനയുടെ JF-17 ഒക്കെയാണ് കയ്യിരിക്കുന്നത്. ഇത് പറന്നു എന്ന് പറയാം. പലതും കട്ടപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പാകിസ്ഥാൻ, ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ദുർബലമാണെന്നൊന്നും അല്ല. പാകിസ്ഥാന് തരക്കേടില്ലാത്ത സൈനിക ശക്തിയൊക്കെ ഉണ്ട്. നമ്മൾ ശത്രുവിന്റെ ശക്തിയെ അങ്ങ് കുറച്ച് കാണിച്ച് നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് മേനി നടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ റിയാലിറ്റി എന്ന് വെച്ചാൽ, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനേക്കാൾ പല മടങ്ങ് പവർഫുൾ ആണ്. അത് പാകിസ്ഥാൻ അറിയാം.
നമ്മുടെ കൂടെ കുറച്ച് സമയം അടിച്ചു നിൽക്കാനുള്ള ശക്തിയൊക്കെ അവർക്കുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്കറിയാം. അപ്പൊ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തെ അവർ ഭയപ്പെടുകയാണ്. എന്ന് വെച്ചാൽ തിരിച്ചടി എങ്ങനെ വരും എന്ന് അവർക്കറിയില്ല. ഏത് രൂപത്തിലാണ്, അത് ബ്രഹ്മോസിന്റെ രൂപത്തിൽ വരുമോ, ഗൈഡഡ് ബോംബിന്റെ രൂപത്തിൽ വരുമോ, അത് എയർക്രാഫ്റ്റിന്റെ രൂപത്തിൽ വരുമോ, അല്ലെങ്കിൽ അതിനിപ്പോ വേറെ ഏതെങ്കിലും രൂപത്തിൽ നേവിയുടെ രൂപത്തിൽ വരുമോ, എങ്ങനെയാണ് ഈ അടി വരാൻ പോകുന്നത് ഇവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ അതിർത്തി കടന്നു പോകുന്ന ഒരു കാക്കയെ കണ്ടാൽ പോലും പാകിസ്ഥാനികൾക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഇതിനി ഇന്ത്യയുടെ വല്ല സ്ട്രാറ്റജിയുമാണോ, ആക്രമണമാണോ, ഇവര് ഭയന്നിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ സംഭവം പോയി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഇന്ത്യ ചെയ്തത് എന്ന് ഇവർക്ക് അറിയാം. ഇത് എങ്ങനെയാണ് അടിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യ പാക് അതിർത്തിയിൽ പ്രത്യേകിച്ച് LOCയിൽ പല പോസ്റ്റുകളിലും പട്ടാളക്കാരില്ല പാകിസ്ഥാന്റെ. അവരത് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. എയർബേസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളൊക്കെ അവർ മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.